നമുക്ക് നോക്കാം എന്തെല്ലാമാണ് അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ദിക്ർ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇലാഹിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട് അറഫയിൽ നമുക്ക് ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. ഒരു 10 എണ്ണം ഞാൻ പറയാം. പിന്നെ സന്ദർഭോചിതം അവസരോചിതം അർത്ഥവത്തായ അർത്ഥഗർഭങ്ങളായ ദിക്റുകളും ദുആകളും നടത്താൻ തന്നെയാണ് നമ്മൾ അറഫയിൽ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചൊല്ലിയതും നമ്മോട് ചൊല്ലാൻ ആവശ്യപ്പെട്ടതും എന്തായാലും നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റാണ് അറഫയിൽ 100 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരിനം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാനും എൻ്റെ മുമ്പ് കഴിഞ്ഞ സമസ്ത പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത് ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്റാണ് എന്ന്. അതുകൊണ്ട് 100 തവണ അറഫയിൽ വെച്ച് അറഫയിലുള്ള ഹാജിമാർ അത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമതായി അഫ്ളലു ദിക്റായ ദിക്റിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും റാണിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശഭൂമിയുടെ അടിത്തറയായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുസൽമാൻ്റെ ജീവിതവും മരണവും എല്ലാം അതിനെ ബേസ് ചെയ്താണ്. അള്ളാഹു കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് നിന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ രണ്ടാമതായി നമുക്ക് 100 പ്രാവശ്യം അറഫയിൽ വെച്ച് ചൊല്ലാനുള്ള ഏറ്റവും വലിയ മാസ്മരിക ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ തന്നെ. മൂന്നാമതായി അറഫയിൽ വെച്ച് നമുക്ക് ചൊല്ലേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടത് മുത്തായ നബിയുടെ മേലിലുള്ള സ്വലാത്ത് 100 പ്രാവശ്യം. മുത്ത് നബിയുടെ മേലിലുള്ള സ്വലാത്ത് 100 പ്രാവശ്യം. പിന്നീട് നാലാമതായി അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യം. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ വന്ന് അള്ളാഹുവിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി തക്ബീറിൻ്റെയും തസ്ബീഹിൻ്റെയും തഹ്മീദിൻ്റെയും തഹ്ലീലിൻ്റെയും അകമ്പടിയോടെ അള്ളാഹുവിൽ ലയിച്ച് ചേരുന്ന അറഫ മൈതാനിയിൽ വെച്ച് നമുക്കും ചിറകറ്റ് റബ്ബിലേക്ക് അടുക്കാം, പറന്ന് വീഴാം. അറഫയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 വട്ടം ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം അതിൻ്റെ ആനന്ദ തേരിലേറി നമുക്ക് പരിലസിക്കാം. 100 പ്രാവശ്യം മുത്തായ നബിയുടെ സ്വലാത്ത് ചൊല്ലി നമുക്ക് ധന്യമാക്കാം അറഫയെ. 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലി മനോഹരമാക്കാം നമ്മുടെ ശരീരത്തെയും കൽബിനെയും. ഇനി അറഫയിൽ വെച്ച് നമുക്ക് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അതും 100 വട്ടമാണ് ചൊല്ലേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന്. ഓരോ ദിക്റിനെ കുറിച്ചും വിശദീകരിക്കാൻ ഞാൻ ഈ ഒരു സമയത്ത് മുതിരുന്നില്ല. ഇത് അറഫയിൽ നമ്മുടെ ഹാജിമാരെ കൂട്ടിയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ദിക്റിൻ്റെയും മഹാത്മ്യവും ശ്രേഷ്ഠതയും ഒക്കെ ഒന്നുകൂടി മനസ്സിലേക്കൊരു ആവേശമുണ്ടാകാൻ പറയാറ് പതിവുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇപ്പോൾ അതിന് മുതിരുന്നില്ല. ഞാൻ ഓരോന്നും പറഞ്ഞു പോവുകയാണ്. ചെയ്യുന്നത് പോലെ പ്രായോഗികമായ ഒരു വിഷയാവതരണമാണ് ഹ്രസ്വമായി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ടാണ് വിശദമായ ഭാഗങ്ങളൊന്നും ഇതിൽ പറയാതെ പോകുന്നത്. ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻ്റെ ആ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, നേരിട്ട് സംസാരിക്കാം, വാട്സാപ്പിലൂടെ ചോദിക്കാം. ഞാൻ പറഞ്ഞു തരാൻ സന്മനസ്സുള്ളവനാണ്, എപ്പോഴും സന്നദ്ധനാണ്. അള്ളാഹു തൗഫീഖ് ആക്കി തരട്ടെ. ഇനി നമുക്ക് അറഫയിൽ വെച്ച് ചൊല്ലാനുള്ള പ്രധാന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം 100 പ്രാവശ്യം. പിന്നീട് ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന അർത്ഥഗർഭമായ ഈ മുസൽമാൻ്റെ മുദ്രാവാക്യം 100 തവണ. ഇതൊക്കെ ഖുർആനിലുള്ളതാണല്ലോ. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ 100 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. പിന്നീട് അറഫയിൽ വെച്ച് നമുക്ക് ചൊല്ലേണ്ടത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 പ്രാവശ്യം നമ്മൾ അറഫയിൽ വെച്ച് ഓതണം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹാത്മ്യമൊക്കെ പലർക്കും അറിയാമല്ലോ. ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ ഖുർആനിൻ്റെ 1/3 അംശം ഓതി എന്നാണ്. 3 പ്രാവശ്യം ഓതിയ ഖുർആൻ ഖത്തം തീർത്ത സമാനത ലഭ്യമാകുമെന്നാണല്ലോ. അറഫയിൽ വെച്ച് 100 പ്രാവശ്യമൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ഒരു പുണ്യം എത്രയായിരിക്കും.
അള്ളാഹു സർവാത്മന നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.